الحمد لله العظيم الكبير المتعالي. الحمد لله الذي لا تعجز ظلمات الليالي. الحمد لله الذي علم بالقلم، علم الإنسان ما لم يعلم. ونحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. أرسله بالهدى ودين الحق وليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته وزادتهم إيمانا وعلى ربهم يتوكلون. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഏകനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പകർത്തി ജീവിതത്തെ മുന്നോട്ട് നീക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പറയുന്ന വാക്കുകൾക്കും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും കേൾക്കുന്ന കേൾവികൾക്കും നോക്കുന്ന നോട്ടങ്ങൾക്കുമൊക്കെ നാളെ അല്ലാഹുവിൻ്റെ അടുക്കൽ മറുപടി പറയേണ്ടതുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമുക്കൊരു ചരിത്ര പാഠമായി പറഞ്ഞു തന്നിട്ടുള്ള ആ ചരിത്ര പാഠങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ഏറ്റവും ശരിയായ രീതിയിൽ ആക്കി തീർത്ത് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമ്മേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ള സൃഷ്ടികളാണ് മനുഷ്യരെന്ന് പറയുന്നത്. കാരണം അല്ലാഹു തആല തന്നെ ആദരിച്ച ഒരു വിഭാഗമാണ് മനുഷ്യരെന്ന് പറയുന്നത്. ആ മനുഷ്യന് എന്തൊക്കെയാണ് അവൻ്റെ ജീവിതത്തിൽ അവൻ ആവശ്യമുള്ളത് എന്നൊക്കെ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ അതെല്ലാം അവൻ ഈ ഭൂമിയിൽ പിറന്നു വീഴുമ്പോൾ തന്നെ എല്ലാം സജ്ജമായ രീതിയിൽ അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അവൻ അല്ലാഹു തആല ദിനംപ്രതി ഓരോ അനുഗ്രഹങ്ങളായിക്കൊണ്ട് അല്ലാഹു തആല അവന് നൽകിക്കൊണ്ടിരിക്കുന്നു. ഞാനും നിങ്ങളും വിശ്വാസികളാണ്. എത്ര എത്ര അനുഗ്രഹങ്ങളാണ് അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും തന്നിട്ടുള്ളത്. വലാകിന്ന അക്സറ നാസ ലാ യശ്കുറൂൻ. എന്നാൽ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ മനുഷ്യരിൽ ഭൂരിഭാഗം ആളുകളും ആസ്വദിക്കുന്നുണ്ട്, അതെല്ലാം അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ലാ യശ്കുറൂൻ, ഭൂരിഭാഗം ആളുകളും അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്നില്ല എന്നുള്ളത് ഏറ്റവും ഖേദകരമായ വിഷയമാണ്. വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരുടെയും വിശ്വാസത്തിൽ
ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം നമുക്കറിയാം, അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ എല്ലാവരും മുൻകാലഘട്ടത്തിലെ തഫ്സീർ പണ്ഡിതന്മാരും ഹദീസ് പണ്ഡിതന്മാരും ഖുലഫാഉർ റാഷിദീനിലെ പ്രധാനപ്പെട്ട ആളുകളുമൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് ഈമാനിനെ കുറിച്ച്. അൽ ഈമാനു യസീദു വയൻഖുസു. ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുമെന്ന് ഈ പണ്ഡിതന്മാരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിലും ഒക്കെ വിവരിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഈമാൻ കുറയുകയും അതോടൊപ്പം തന്നെ കൂടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങളെ നമുക്ക് വേറെ തന്നെ അറിയാനും സാധിക്കും. കാരണം ചില സമയത്ത് നമ്മൾ നമസ്കാരത്തിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കരമായി, ചിലപ്പോൾ നേരത്തെ പള്ളിയിലെത്താനും ഖുർആൻ ഓതാൻ, ചില ദിവസങ്ങളിൽ നമ്മൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. എന്നാൽ ചില സമയങ്ങളിൽ ചിലതിനോടൊക്കെ മടി തോന്നും, അത് പിന്നെ ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലൊക്കെ തോന്നും. മനസ്സിലാക്കിയാൽ മതി, നമ്മുടെ ഈമാനിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നു. എന്താണ് അതിനുള്ള പരിഹാരം? എന്താണ്? എപ്പോഴും അള്ളാഹുവുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചു നിൽക്കുക എന്നുള്ളതാണ് അതിനുള്ള ഏക വഴി. കാരണം മനുഷ്യ മനസ്സുകൾ സമാധാനമടയുന്നത് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നതിലൂടെയാണെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മോട് പറയുന്നുണ്ട്. ആ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാതെ, തന്റെ ആവശ്യങ്ങൾ ആ അള്ളാഹുവിനോട് പറയാതെ എങ്ങനെയാണ് നമ്മുടെ മനസ്സുകൾക്ക് മനസ്സമാധാനം ലഭിക്കുന്നത്? ഇന്ന് മനുഷ്യരുടെ വലിയ പ്രശ്നമാണത്. മനസ്സമാധാനമില്ല, എവിടെയും സമാധാനമില്ല. കാരണം അവർ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ സമയമില്ല, അള്ളാഹുവിനോട് ചോദിക്കാൻ അവർക്ക് സമയമില്ല. എങ്കിലും അല്ലാഹു തആല അവർക്ക് വേണ്ടത് എന്താണോ അത് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. കാരണം മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ അങ്ങനെയാണ്. എത്ര കിട്ടിയാലും മതി വരാത്ത ഒരു രീതിയിൽ, ഒരു പ്രകൃതിയിലാണ് അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കറിയാം, ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഒരു വലിയൊരു മലയോളം സ്വർണം കിട്ടിയാലും അതേപോലെ മറ്റൊരു മല അവൻ ആഗ്രഹിക്കും സ്വർണത്തിന് വേണ്ടിയിട്ടുള്ള. 100 രൂപ കിട്ടിയാൽ 200 രൂപ കിട്ടാൻ ആഗ്രഹിക്കും. അതാണ് മനുഷ്യന്റെ അവസ്ഥ എന്നുള്ളത്. കിട്ടിയതൊക്കെ ശരി, അതിന് തിരിച്ച് അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് അള്ളാഹുവിനെ ശുക്ർ ചെയ്യേണ്ടത്? അല്ലാഹു തആല ഈ നൽകിയതിനൊക്കെ നമ്മൾ അല്ലാഹു തആലയോട് ശുക്ർ ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ്? അല്ലാഹു തആല ഒരു കാര്യം, അതായത് നിങ്ങളുടെ ഇബാദത്തുകൾ മുഴുവൻ അത് എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുമെന്ന്. നിങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ, അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ അതേപടി അനുസരിക്കുക, ചെയ്യുക എന്നുള്ളതാണ് അല്ലാഹുവിനോടുള്ള ശുക്ർ എന്ന് പറയുന്നത്. നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ സക്കാത്തുകൾ, നമ്മുടെ നോമ്പുകൾ എല്ലാം അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത്, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ചെയ്യാതിരിക്കുന്നതോടൊപ്പം നമ്മുടെ ഈമാനിനെ കുറഞ്ഞു പോവുകയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുന്നതോടൊപ്പം അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി കാണപ്പെടുമെന്ന്. അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി കാണപ്പെടും. അവൻ ആ തെറ്റിന് അള്ളാഹുവിന്റെ അടുക്കൽ പാപമോചനം തേടാത്ത പക്ഷം അടുത്ത പുള്ളി അതിങ്ങനെ എത്രത്തോളം തെറ്റുകൾ ചെയ്യുന്നുണ്ടോ അങ്ങനെ അതിനനുസരിച്ച് അവന്റെ ഹൃദയത്തിൽ കറുത്ത പാടുകളുടെ എണ്ണം കൂടി വരികയും അവന്റെ ഹൃദയം കടുത്തു പോവുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കല്ലിനേക്കാൾ ഉറപ്പുള്ള പോലെ മനുഷ്യ ഹൃദയങ്ങളായി തീരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലും വിശ്വാസി അങ്ങനെയല്ല. വിശ്വാസി എന്ന് പറയുന്നത് അവൻ ക്ഷമാശീലനായിരിക്കണം, മറ്റുള്ള ആളുകളുടെ മാന്യതയിൽ പെരുമാറുന്നവനായിരിക്കണം, മറ്റുള്ളവർക്ക് സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നവനായിരിക്കണം, അവൻ ലോലഹൃദയനായിരിക്കണം. ഇതൊക്കെയാണ് വിശ്വാസി എന്ന് പറയുന്നത്. അതിന് ഏറ്റവും ഉദാത്ത മാതൃക നമ്മുടെ പ്രവാചകൻ തന്നെയാണ്. എന്തിനേറെ പറയുന്നു, മക്ക ഫതഹിന്റെ നാളിൽ നമുക്കറിയാം, എല്ലാവരും പ്രവാചകനിൽ നിന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്
മുശ്രിക്കീങ്ങളായ ആളുകൾ പ്രവാചകൻ, മക്ക നിവാസികളായ ആളുകൾ പ്രവാചകനിൽ നിന്ന് അവർ ആഗ്രഹിച്ചത്, പ്രവാചകൻ ചെയ്യുമെന്ന് വിചാരിച്ചത് അവരോടുള്ള മറുപടിയായിരുന്നു. എങ്ങനെയാണോ ആ പ്രവാചകനെ അവർ മക്കയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ പ്രവാചകരോടുള്ള സമീപനം, അതുപോലെ ആയിരിക്കും മുഹമ്മദിന്റെ സമീപനം നമ്മോടുമെന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. എന്നാൽ പ്രവാചകന്റെ ആ ലോല മനസ്സ്, ആ ശമാശിയുള്ള മനസ്സ് നമ്മളാരും കാണാതെ പോകരുത്. അതിലൂടെയാണ് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്. പ്രവാചകൻ പറഞ്ഞില്ലേ, ഇദ്ഹബൂ അൻതും തുലഖാ, നിങ്ങൾ ഇന്ന് പോകൂ, നിങ്ങൾ എല്ലാവരും സ്വതന്ത്രരാണ്, നിങ്ങൾ ഇന്ന് പോകൂ എന്നാണ് പ്രവാചകന്റെ മറുപടി. ഒരു വിശ്വാസിക്ക് ഇതിനപ്പുറം എന്ത് മാതൃകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിൽ നിന്ന് പാഠം നോക്കേണ്ടത് എന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞ, ജീവിച്ചു കാണിച്ചു തന്ന മാതൃകയിലൂടെ ജീവിതം മുന്നോട്ട് നീക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹുമായിട്ടുള്ള നിരന്തരം, കാരണം രാത്രിയുടെ അവസാന സമയത്ത് അല്ലാഹു തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരികയും തൻ്റെ അള്ളാഹുവിൻ്റെ ചോദ്യമുണ്ട്, അത് പ്രവാചകൻ വിശദീകരിച്ചു തരുന്നുണ്ട്. എൻ്റെ അടിമകളിൽ ആരുണ്ട്, അവന്റെ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് എന്നോട് പ്രാർത്ഥിക്കാനെന്ന് അല്ലാഹു തആല ചോദിക്കുന്നു. അടുത്ത ചോദ്യമുണ്ട്, എൻ്റെ അടിമകളിൽ ആരുണ്ട്, അവൻ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് എന്നോട് പശ്ചാത്തപിക്കാനെന്ന് അല്ലാഹു തആല ചോദിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ മനുഷ്യന് അത് ചോദിക്കുവാനും ആ പ്രാർത്ഥനകൾ ഉരുവിടാനുമുള്ള സമയം ആ മനുഷ്യൻ കണ്ടെത്തുന്നില്ല എന്നുള്ളത് ഏറ്റവും ഖേദകരമായ വിഷയമാണ്. വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിശ്വാസികളാണ്. ഈമാനിന്റെ കുറവുകളെ കണ്ടെത്തിക്കൊണ്ട് അത് നികത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അത് നികത്തേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള നിരന്തരമായ സ്മരണയിലൂടെയാണ്. നിരന്തരമായ സ്മരണ എന്ന് പറയുമ്പോൾ നമ്മൾ 5 നേരത്തെ നമസ്കാരങ്ങൾ അത് കൃത്യമായി നമസ്കരിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ആ നേരത്തെ നമ്മൾ ചിലവഴിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ള, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ആ നോമ്പുകളെ നമ്മൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. കഴിയുമെങ്കിൽ അല്ലാഹു തആല നമ്മുടെ മേൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആ ഹജ്ജ് കർമ്മത്തെ നമ്മൾ നിർവഹിക്കേണ്ടത്. ഇതൊക്കെയാണ് നമ്മുടെ ഈമാനിന്റെ വർധനവിനെ കുറിച്ച് പറയുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് വിശ്വാസി? അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. വിശ്വാസി എന്ന് പറയുന്നത് വജിലത് ഖുലൂബ, ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹുവിനെ കുറിച്ച് അവൻ കേട്ട് കഴിഞ്ഞാൽ, അല്ലാഹുവിനെ കുറിച്ച് അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ, വജിലത് ഖുലൂബുഹും, അവന്റെ ഹൃദയങ്ങൾ ഇങ്ങനെ നടുങ്ങിപ്പോകും എന്നുള്ളതാണ്. അല്ലാഹുവിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ അവന്റെ ഹൃദയങ്ങൾ നടുങ്ങിപ്പോകും. അല്ലാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ എന്താണ് നമ്മളിൽ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കഴിഞ്ഞില്ല, അല്ലാഹു തആല പറയുന്നുണ്ട്, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച്, ഖുർആനിലുള്ള ആയത്തുകളെ കുറിച്ച് ഇങ്ങനെ ഓതി കേൾക്കുന്ന സമയത്ത്, അല്ലാഹുവിന്റെ ഈ മനോഹരമായ സൃഷ്ടിപ്പിനെ കുറിച്ചുമൊക്കെ അറിയുന്ന സമയത്ത് സാദതുഹും ഈമാന, അവന്റെ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. എൻ്റെ റബ്ബ് എത്ര പരിശുദ്ധരാണെന്ന് അവൻ സമ്മതിച്ചു പോകുമെന്നുള്ളതാണ്. കഴിഞ്ഞിട്ടില്ല, വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവൻ തവക്കുൽ ചെയ്യുന്നത്, അവൻ ബലമേൽപ്പിക്കുന്നത് ആ അല്ലാഹുവിൽ മാത്രമായിരിക്കും. മറ്റാരാണുള്ളത് ബലമേൽപ്പിക്കാൻ എന്നുള്ളതാണ് ചില സ്ഥലങ്ങളിൽ അല്ലാഹു തആല ചോദിക്കുന്നത്. മറ്റാരാണുള്ളത്? എല്ലാം അല്ലാഹു തആലയാണ് നൽകുന്നത്, എല്ലാം അല്ലാഹു തആലയാണ് നമുക്ക് നൽകാതിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നവരാണ് വിശ്വാസി. നമ്മളെല്ലാവരും നമസ്കാര ശേഷം ഇരുന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? അല്ലാഹുവേ, നീ നൽകുന്നതിനെ തടയാൻ ആരുമില്ല, നീ തടഞ്ഞതിനെ നൽകാനും ആരുമില്ല എന്ന് നമ്മൾ ഓരോരുത്തരും നമസ്കാര ശേഷം പ്രാർത്ഥിക്കുന്നതാണ്. കാരണം അല്ലാഹു തആല ഒരു വിശ്വാസിക്ക് എന്തെങ്കിലും കാര്യം തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവന്റെ നന്മക്കുള്ളതാണെന്ന് മനസ്സിലാക്കുന്നവരാണ് വിശ്വാസി. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അജബലിൽ അംറിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. എന്താ അത്ഭുതം എന്ന് പറഞ്ഞത്? അവനൊരു നന്മ സംഭവിച്ചു കഴിഞ്ഞാൽ, അവനൊരു നല്ല കാര്യം വന്നു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യും, അള്ളാഹുവിന് നന്ദി കാണിക്കും.
ഇനി അതല്ല അവന് ഖേദകരമായ ഒരു വിഷയം, ഒരു പ്രയാസം, ഒരു പരീക്ഷണം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അവൻ ക്ഷമിക്കുകയും സഹിക്കുകയും ആ ഭവിഷ്യത്തിനെ നീങ്ങിപ്പോകാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടും വിശ്വാസികളുടെ ഗുണം തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്, അവൻ എങ്ങനെയായാലും അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലം. നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവുമായിട്ടുള്ള നിരന്തരമായ ബന്ധത്തിലൂടെയാണ് നമ്മുടെ ഈമാനിനെ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞ് യഥാർത്ഥ വിശ്വാസികളായിക്കൊണ്ട് കിട്ടുന്ന സമയങ്ങളിൽ മുഴുവൻ അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട്, നന്ദി കാണിച്ചുകൊണ്ട്, ആരാധനാ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിക്കാനാണ് വിശ്വാസികളായി നമ്മൾ ശ്രമിക്കേണ്ടത്. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു തആല നമ്മെ വരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. നമ്മൾ പറഞ്ഞു വന്നത് അള്ളാഹുവിൽ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നവനാണ്. അങ്ങനെയാണ് ഒരാൾ മുസ്ലിമായി തീരുന്നത്. അവൻ മുഅ്മിനാവണമെങ്കിൽ ചില ക്വാളിറ്റികൾ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. ആ ക്വാളിറ്റികളെല്ലാം കൈവരിക്കുമ്പോഴാണ് ഒരാൾ മുഅ്മിനാവുന്നത്. ആ മുഅ്മിനായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവന് ആ ഈമാൻ ഇങ്ങനെ കുറയുകയും കൂടുകയും ചെയ്യും. എങ്ങനെയാണ് ആ കുറച്ചിലിനെയും കൂടലിനെയും എങ്ങനെയാണ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നു. അള്ളാഹുവുമായിട്ടുള്ള ബന്ധം, ആ ബന്ധം നിലനിർത്തുന്നതിലൂടെയാണ് നമ്മുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുന്നത്. പരിശുദ്ധ അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആനിൻ്റെ വായനയിലൂടെയാണ് ആ ബന്ധം ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ചെയ്യാൻ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് ആ ബന്ധങ്ങൾ ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ ഒരു ഹദീസ് നമ്മൾ പലപ്പോഴും, മനുഷ്യരായ നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യങ്ങളുണ്ടാവും. എന്തെങ്കിലും നമ്മുടെ സംഘടനാപരമായതോ അല്ലെങ്കിൽ എന്തെങ്കിലും മതപരമായ ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത തിരക്കുകൾ നമുക്കുണ്ടാവും. മറ്റൊന്നുമില്ലാത്ത തിരക്കുകളായിരിക്കും. അല്ലെങ്കിൽ നമസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ, പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇല്ലാത്ത തിരക്കുകൾ നമുക്കുണ്ടാവും. പെട്ടെന്ന് അത്തരത്തിലുള്ള തിരക്കുകൾ ഉണ്ടാവും. കാരണം എന്താണെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ആദം സന്തതി, അതായത് ഒരു ഖുദ്സിയായ ഹദീസാണ്. ആ ഖുദ്സിയായ ഹദീസിനെ പ്രവാചകൻ വിശദീകരിക്കാൻ അല്ലാഹു തആല പറഞ്ഞതെന്ന് വെച്ചാൽ, ആദം സന്തതിയെ, നീ എനിക്ക് ഇബാദത്ത് നിർവഹിക്കുന്നതിന് വേണ്ടി നിന്റെ സമയത്തെ നീ മാറ്റിവെക്കേണ്ടതുണ്ട്. അല്ലാഹു തആല പറയാണ്, അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സമയം മാറ്റിവെക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ നിന്റെ ഹൃദയത്തെ ധന്യമാക്കുകയും നിന്റെ ദാരിദ്ര്യത്തെ തടയുകയും ചെയ്യുന്നതാണ്. നിന്റെ ഹൃദയത്തെ ധന്യമാക്കുകയും നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ തടയുകയും ചെയ്യുന്നതാണ് എന്ന് അല്ലാഹു തആല പറയുന്നു. അതോടൊപ്പം തന്നെ അല്ലാഹു തആല ചേർത്ത് പറയുന്നത്, നീ അപ്രകാരം ചെയ്യുന്നില്ലെങ്കിൽ, ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നീ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ കരങ്ങളെ ഐഹിക കാര്യങ്ങളാൽ തിരക്കിലാക്കും. ഈ ഭൂമി ലോകത്തുള്ള കാര്യങ്ങൾ കൊണ്ട് നിന്നെ ഞാൻ തിരക്കിലാക്കുകയും അതോടൊപ്പം തന്നെ നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ തടയുകയുമില്ല എന്ന് അല്ലാഹു തആല നമ്മോട് പറയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നമ്മുടെ സമയത്തെ നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്. അങ്ങനെ മാറ്റിവെച്ചിട്ടില്ല എങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ നമുക്ക് സമയമില്ല എന്നാണ് അർത്ഥം. അള്ളാഹുവിനെ കുറിച്ച് മറന്ന് ജീവിക്കുകയാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞാൽ നിങ്ങളെ തന്നെ മറക്കുന്ന ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്. കാരണം മുൻ കാലഘട്ടത്തിൽ ജീവിച്ചു നമ്മളെക്കാൾ ശക്തരായ ആളുകൾ നമ്മുടെ മുൻ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടില്ലേ? ആദ്യ സമുദായത്തിന്റെയും സമൂഹ സമുദായത്തിന്റെയും ഒക്കെ ചരിത്രങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ചിന്തിച്ചു നോക്കുന്നുണ്ടോ? നമ്മളെക്കാൾ എത്രയോ വലിയ ശക്തരായിരുന്നു. ഇന്നത്തെ ഈ ടെക്നോളജിയും കണ്ടുപിടുത്തങ്ങളൊന്നും ഇല്ല എന്നേ ഉള്ളൂ. കാരണം അവരുടെ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കൂ. വലിയ 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 പാറകൾ, ആ പാറകൾ തുരന്നുകൊണ്ടാണ് അവർ അവരുടെ വീടുകൾ നിർമ്മിച്ചിരുന്നതെന്ന് ചരിത്രത്തിൽ. ഇന്ന് ആ വീടിന്റെ അവശിഷ്ടങ്ങൾ നമ്മൾ ഈജിപ്തിലും മറ്റും പോയി കഴിഞ്ഞാൽ കാണാനും സാധിക്കുന്നുണ്ട്.
പാറ തുരന്നുകൊണ്ട് വീടുകൾ നിർമ്മിച്ചിരുന്ന ഒരു സമൂഹം. ഇന്നത്തെ ടെക്നോളജിയും വലിയ വലിയ മെഷീനറികളും ഒന്നുമില്ല ആ കാലഘട്ടത്തിൽ. അപ്പൊ അവരുടെ ശക്തി ഒന്നും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം എന്തേ ആ സമൂഹത്തിന് സംഭവിച്ചത്? അവർ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചു. അള്ളാഹുവിനെ മറന്നപ്പോൾ അള്ളാഹു അവരെയും മറന്നു എന്നുള്ളതാണ്. എന്തിനാണ് ആ ചരിത്രം നമുക്ക് മുമ്പിൽ അള്ളാഹു തആല പരിശുദ്ധ ഖുർആൻ വിവരിച്ചത്? അതേപോലെ നമ്മളും അള്ളാഹുവിനെ മറന്ന് നമ്മളൊരു നഷ്ടക്കാരിലായി പോകാതിരിക്കാൻ. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ പരിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രങ്ങളൊന്നും വെറുതെയല്ല. ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും അതിൽ നല്ല ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. ആ നല്ല ചരിത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും അതിൽ ഒരുപാട് നഷ്ടക്കാരുടെ ചരിത്രങ്ങൾ അല്ലാഹു തആല വിശദീകരിച്ചിട്ടുണ്ട്. ആ ചരിത്രങ്ങൾ ഒരിക്കലും പിന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ഉണ്ടാവണം. അപ്പോഴാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ ഈമാനും ഒക്കെ ഇങ്ങനെ ഊട്ടി ഉറച്ചു നിൽക്കുന്നു എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കുക. അതുകൊണ്ട് അല്ലാഹു തആലയെ കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക. പ്രവാചകന്റെ ചര്യയെ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. വന്നുപോയ തെറ്റുകളിൽ അല്ലാഹു തആലയോട് പാപമോചനം തേടുക എന്നുള്ളതാണ്. കാരണം ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു തആലയാണ് നിങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കുന്നവൻ. ആ അള്ളാഹുവിനോട് വന്നുപോയ തെറ്റുകൾ. കാരണം നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബനൂ ഇസ്രായേൽപ്പെട്ട ഒരു മനുഷ്യന്റെ കഥ ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. ആ മനുഷ്യനെ 100 ആളുകളെ വധിച്ചതിന് ശേഷം ആ മനുഷ്യന് കുറ്റബോധം വന്നു. അങ്ങനെ അവൻ അതിൽ നിന്നും മാറണം, താൻ ചെയ്തതൊക്കെ തെറ്റാണ്, അള്ളാഹുവിനോട് പാപമോചനം തേടണം എന്നുള്ള ആ മനസ്സിന്റെ ആ മാറ്റത്തോടു കൂടിയായിരുന്നു ആ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ആ മനുഷ്യന് മരണപ്പെടുന്നത്. അങ്ങനെ ആ മനുഷ്യൻ ആ മാറ്റം തൻ്റെ മനസ്സിൽ തോന്നിയത് കൊണ്ട് അവൻക്ക് സ്വർഗത്തിന്റെ അവകാശിയായി മാറിയെന്ന് നമുക്കറിയാം, ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രവാചകൻ തന്നെ അനുയായികൾക്ക് പറഞ്ഞു കൊടുത്ത ചരിത്രമാണ്. അതുകൊണ്ട് വന്നുപോയ തെറ്റുകളിൽ അള്ളാഹുവിനോട് പാപമോചനം തേടുകയും നന്മകൾ ഒഴിവ് സമയങ്ങളൊക്കെ നന്മകളാൽ ക്രമീകരിക്കുകയും അതോടൊപ്പം തന്നെ പ്രവാചകനും അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ, ആരാധനാ കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ എല്ലാം ചെയ്തുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് നമ്മളൊക്കെ വിശ്വാസികളായി മാറുന്നത്. അങ്ങനെ യഥാർത്ഥ വിശ്വാസികളായിക്കൊണ്ട് ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു തആല എനിക്കും നിങ്ങൾക്കും പ്രദാനം ചെയ്യുന്നു. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹുവേ പുറത്തു മാപ്പാക്കി നൽകണമെന്നതാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും നീ പുറത്തു മാപ്പാക്കി നൽകണമെന്നതാ. അല്ലാഹുവേ, ഞങ്ങൾക്കിടയിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എത്രയോ ആളുകൾ, അവരുടെ രോഗങ്ങൾ എത്രയും വേഗം നീ ശിഫയാക്കി നൽകണേ നാഥാ. അല്ലാഹുവേ, ഞങ്ങൾക്കിടയിൽ കടം കൊണ്ട് വലയുന്ന എത്രയോ ആളുകൾ, അവരുടെ കടങ്ങളെല്ലാം എത്രയും വേഗം നീ വീട്ടാനുള്ള സഹായം നൽകണേ നാഥാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا ووالدينا من النار. اللهم يا مقلب القلوب ثبت قلبنا على دينك. اللهم يا مقلب القلوب ثبت قلبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.